എല്ലാവർക്കും നമസ്കാരം. എന്റെ പേര് ശ്രീരേഷ്മ. റാങ്കപ്പിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. ഒരു പരീക്ഷയെ അഭിമുഖീകരിക്കുന്ന ഉദ്യോഗാർത്ഥിയെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും പ്രധാനം എന്ന് പറയുന്നത് ക്വസ്റ്റ്യൻ പേപ്പർ വർക്കൗട്ടിംഗ് ആണ്. അല്ലാണ്ട് നമ്മൾ എത്ര പഠിച്ചു എന്ന് പറഞ്ഞിരുന്നാലും അതിൽ യാതൊരുവിധ പ്രാധാന്യവും ഇല്ല. പഠനം എന്നതിനോടൊപ്പം തന്നെ വർക്കൗട്ടിങ്, ക്വസ്റ്റ്യൻ പേപ്പർ വർക്കൗട്ട് ചെയ്യുന്നതിനോടൊപ്പം മാത്രമേ നമ്മൾ എത്രത്തോളം പഠിച്ചു അല്ലെങ്കിൽ ഇനി എത്രത്തോളം നമ്മൾ ഡെവലപ്പ് ചെയ്യാനുണ്ട് എന്നുള്ളത് നമുക്ക് തന്നെ പേഴ്സണലി എന്ത് ചെയ്യാൻ പറ്റത്തുള്ളൂ, തിരിച്ചറിയാൻ സാധിക്കുകയുള്ളൂ. അതിനാൽ ഇനി വരുന്ന ക്ലാസ്സുകൾ, ഇപ്പൊ നമ്മൾ ഏതാണ്ട് സിലബസ് ബേസ് ചെയ്ത ക്ലാസ്സുകളെല്ലാം തന്നെ കണ്ടക്ട് ചെയ്ത് പോകുന്നുണ്ട്. അതിനൊന്നും ഒരു കുറവും സംഭവിക്കുന്നില്ല. ഇനിയും അത് തുടർന്നും ഉണ്ടാകും. അതുകൊണ്ട് തന്നെ ഇനി വരുന്ന ക്ലാസ്സുകൾ പൂർണ്ണമായിട്ടും ഇതുവരെ എടുത്തിട്ടുള്ള ഏരിയയുടെ ക്വസ്റ്റ്യൻ പേപ്പർ ഡിസ്കഷൻ ആയിരിക്കും. ദാറ്റ് മീൻസ് മുൻ വർഷങ്ങളിലായിട്ട് PSC റിപ്പീറ്റ് ചെയ്ത് ചോദിച്ച ചോദ്യങ്ങളെ കംപ്ലീറ്റ് ആയിട്ട് കവർ ചെയ്യുന്ന ഒരു ക്ലാസ് ആണ് ഇനി വരുന്ന വീഡിയോകളായിട്ട് നിങ്ങൾക്ക് ലഭിക്കാൻ പോകുന്നത്. സോ ഇനി വരുന്ന ഓരോ ക്ലാസ്സുകളും നിങ്ങൾ വളരെയധികം അലേർട്ട് ആയിട്ടിരിക്കുക. കാരണം ക്വസ്റ്റ്യൻ പേപ്പർ ആണ് നമുക്ക് ഏറ്റവും പ്രധാനം. ഞാൻ എടുത്തെടുത്ത് പറയുകയാണ്. അതിനുവേണ്ടി സമയം കണ്ടെത്തുക. ഓരോ ക്ലാസ്സുകളും കൃത്യമായ രീതിയിൽ തന്നെ പഠിച്ചു പോവുക. നിങ്ങൾക്ക് വേണ്ടത് ക്വസ്റ്റ്യൻ ആണ്. അത് ഇതിനോടൊപ്പം തന്നെ ഇനി വരുന്ന ക്ലാസ്സുകളിൽ നമ്മൾ ഇതുവരെ തീർത്ത ടോപ്പിക്കുകളുമായി ബന്ധപ്പെട്ടുള്ള ക്വസ്റ്റ്യൻ പേപ്പർ ഡിസ്കഷൻ ആയിരിക്കും ഉണ്ടാകുന്നത്. സോ നിങ്ങൾ ദയവായിട്ട് ക്ലാസ്സുകൾ കൃത്യമായ രീതിയിൽ കാണുകയും കാണുന്നതിനോടൊപ്പം തന്നെ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ നിങ്ങൾ മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്യാനും അതോടൊപ്പം തന്നെ സബ്സ്ക്രൈബ് ചെയ്യാനുമായിട്ട് മറക്കരുത്. തൊട്ടടുത്ത് കാണുന്ന ബെൽ ബട്ടണും കൂടെ ഒന്ന് എനേബിൾ ചെയ്യണം. സിഗ്മണ്ട് ഫ്രോയിഡിന്റെ മനോവിശ്ലേഷണം അല്ലെങ്കിൽ മനോ അപഗ്രഥനം എന്ന് പറയുന്ന സിദ്ധാന്തമാണ് നമ്മൾ പഠിക്കുന്നത്. ആദ്യമായിട്ട് തന്നെ നമുക്ക് സിഗ്മണ്ട് ഫ്രോയിഡ് ആരാണ്, അദ്ദേഹവുമായിട്ട് ബന്ധപ്പെട്ട് വരുന്ന വസ്തുതകളൊക്കെ നമുക്ക് നോക്കാം. 1856 സിഗ്മണ്ട് ഫ്രോയിഡിന്റെ ജനനം. 1939 ഇദ്ദേഹം മരണമടയുന്നത്. ഇവിടെ നോക്കുക, അദ്ദേഹം എന്ന് പറയുന്നത് ഒരു ഓസ്ട്രിയൻ ന്യൂറോളജിസ്റ്റ് ആണ്. സിഗ്മണ്ട് ഫ്രോയിഡ് എന്ന് പറഞ്ഞാൽ അദ്ദേഹം ആരാണ്? ഒരു ഓസ്ട്രിയൻ ന്യൂറോളജിസ്റ്റ് ആണ് സിഗ്മണ്ട്. അതുകൂടാതെ തന്നെ ഇദ്ദേഹത്തിനെ അറിയപ്പെടുന്നത് ഫാദർ ഓഫ് മോഡേൺ സൈക്കോളജി എന്നാണ്. എന്താണ് പറയുന്നത്? ആധുനിക മനഃശാസ്ത്രത്തിന്റെ പിതാവായിട്ട് കണക്കാക്കപ്പെടുന്ന വ്യക്തിയാണ് സിഗ്മണ്ട് ഫ്രോയിഡ്. കഴിഞ്ഞ ക്ലാസ്സിൽ ഞാൻ തോണ്ടേക്കിനെ പറ്റി പറഞ്ഞപ്പോൾ നിങ്ങൾക്ക് പറഞ്ഞു തന്നിരുന്നു, അദ്ദേഹത്തെയും അറിയപ്പെടുന്നുണ്ട്. സിഗ്മണ്ട് ഫ്രോയിഡ് കഴിഞ്ഞാൽ ആധുനിക മനഃശാസ്ത്രത്തിന്റെ പിതാവായിട്ട് കണക്കാക്കപ്പെടുന്ന വ്യക്തികളിൽ പെടുന്ന ഒരു വ്യക്തിയാണ് തോണ്ടേക്ക് എന്ന് ഞാൻ പറഞ്ഞിരുന്നു. ഓക്കെ, അപ്പൊ രണ്ടാമത്തെ പോയിന്റ് ആധുനിക മനഃശാസ്ത്രത്തിന്റെ പിതാവ്. എന്താണ്? ഫ്രോയിഡ് ഏറ്റവും കൂടുതൽ പ്രാധാന്യം കൊടുത്തിരുന്നത് മനുഷ്യന്റെ ആഗ്രഹങ്ങൾക്കായിരുന്നു. ഹ്യൂമൻ ഡിസയറിന് ഇമ്പോർട്ടൻസ് കൊടുത്ത മനഃശാസ്ത്രജ്ഞൻ ആര് എന്ന് ചോദിച്ചാൽ അതിന് ഒരേ ഒരു ഉത്തരമാണ് സിഗ്മണ്ട് ഫ്രോയിഡ്. സിഗ്മണ്ട് ഫ്രോയിഡ് ഹ്യൂമൻ ഡിസയറിന് ഇമ്പോർട്ടൻസ് കൊടുത്തു. നെക്സ്റ്റ് എന്താണ്? മനുഷ്യ മനസ്സിനെ കുറിച്ച് ആദ്യമായി പഠനം നടത്തിയ വ്യക്തിയാണ് ഇദ്ദേഹം. അടുത്ത നോക്ക്, സൈക്കോ അനാലിസിസ് തിയറി ഇദ്ദേഹം രൂപീകരിച്ചത് 1900 ഓസ്ട്രിയയിൽ വെച്ചായിരുന്നു. അപ്പൊ പ്രധാനമായിട്ട് ഇദ്ദേഹത്തെ പറ്റി അറിയേണ്ട 5 വസ്തുതകളാണ് ഞാൻ ഇവിടെ രേഖപ്പെടുത്തിയിരിക്കുന്നത്. ഓസ്ട്രിയൻ ന്യൂറോളജിസ്റ്റ് ആണ്. പിന്നെ ഇദ്ദേഹം ഏറ്റവും കൂടുതൽ പ്രാധാന്യം കൊടുത്തിരുന്നത് മനുഷ്യന്റെ ആഗ്രഹങ്ങൾക്കായിരുന്നു. ഓസ്ട്രിയയിൽ വെച്ച് 1900 രൂപീകരിച്ച ഒരു സിദ്ധാന്തമായിരുന്നു മനോവിശ്ലേഷണം എന്ന് പറയുന്ന സിദ്ധാന്തം. മനുഷ്യ മനസ്സിനെ പറ്റി ആദ്യമായിട്ട് പഠനം നടത്തിയ വ്യക്തിയാണ് സിഗ്മണ്ട് ഫ്രോയിഡ്. അടുത്ത മേഖലയിലേക്ക് നമുക്ക് കടക്കാം. സിഗ്മണ്ട് ഫ്രോയിഡിന്റെ പ്രധാന കൃതികൾ ഏതൊക്കെയാണെന്ന് നോക്കാം. അദ്ദേഹത്തിന്റെ ഏറ്റവും വേണ്ടപ്പെട്ട കൃതികളാണ് ഞാൻ ഇവിടെ പരാമർശിച്ചിരിക്കുന്നത്. നമുക്ക് ഓരോന്നായിട്ട് നോക്കാം. ഒന്നാമത്തെ കൃതി ദ ഇന്റർപ്രിട്ടേഷൻ ഓഫ് ഡ്രീംസ്. അത് എഴുതിയിരിക്കുന്ന വർഷം 1899. രണ്ടാമത്തെ കൃതി ദ ഈഗോ ആൻഡ് ദ ഈഡ്. 1923 അത് എഴുതിയിരിക്കുന്നത്. നെക്സ്റ്റ് സിവിലൈസേഷൻ ആൻഡ് ഇറ്റ്സ് ഡിസ്കണ്ടൻസ്. ഡ്രീം സൈക്കോളജി 1920. ജോക്സ് ആൻഡ് ദിയർ റിലേഷൻ ടു ദി അൺകോൺഷ്യസ് 1905. സെക്ഷുവാലിറ്റി ആൻഡ് ദി സൈക്കോളജി ഓഫ് ലവ്. അപ്പൊ ഇത്രയാണ് സിഗ്മണ്ട് ഫ്രോയിഡിന്റെ പ്രധാന കൃതികൾ. ഇത് കൂടാതെ മറ്റു കൃതികൾ സിഗ്മണ്ട് ഫ്രോയിഡ് എഴുതിയിട്ടുണ്ട്. പക്ഷെങ്കിൽ നമുക്ക് പ്രധാനപ്പെട്ട മാത്രം അറിഞ്ഞാൽ മതി. അപ്പൊ അദ്ദേഹം എഴുതിയിട്ടുള്ള പ്രധാന കൃതികൾ ഇതൊക്കെയാണ്. ഒന്നുകൂടെ ആവർത്തിക്കാം. ദ ഇന്റർപ്രിട്ടേഷൻ ഓഫ് ഡ്രീംസ്, ദ ഈഗോ ആൻഡ് ദ ഈഡ്, Civilization and its Discontents, Dream Psychology, Jokes and their Relation to the Unconscious, Sexuality and Psychology of Love. അപ്പം ഇത്രയാണ് സിഗ്മണ്ട് ഫ്രോയിഡിന്റെ പ്രധാന കൃതികൾ എന്ന് പറയുന്നത്. ഇനി ഈ കൃതികളെ കേന്ദ്രീകരിച്ചും ഒരു ക്വസ്റ്റ്യൻ വന്നിട്ടുണ്ടായിരുന്നു. അപ്പൊ നമുക്ക് ആ ക്വസ്റ്റ്യൻ എന്താ നോക്കാം. ഇവിടെ നോക്കടാ, ഇതില് അബോധ മനസ്സിനെ പറ്റി പ്രതിപാദിക്കുന്ന സിഗ്മണ്ട് ഫ്രോയിഡിന്റെ കൃതിയുടെ പേരെന്ത് എന്നതായിരുന്നു ഒരു ചോദ്യം. മുൻകാല വർഷത്തിൽ ചോദിച്ച ഒരു ചോദ്യം ഇങ്ങനെയായിരുന്നു.
അബോധ മനസ്സിനെ പറ്റി പ്രതിപാദിക്കുന്ന സിഗ്മണ്ട് ഫ്രോയിഡ് എഴുതിയ കൃതിയുടെ പേരെന്ത്? ഉത്തരം എന്താണ്ടാ? ഉത്തരം ദാ കിടക്കുന്നു. ദ ഇന്റർപ്രിട്ടേഷൻ ഓഫ് ഡ്രീംസ്, സ്വപ്നത്തെ വ്യാഖ്യാനിക്കൽ, ഇന്റർപ്രിട്ടേഷൻ ഓഫ് ഡ്രീംസ് എന്ന് പറയുന്ന കൃതിയിലാണ് എന്തിനെ പറ്റി പറയുന്നത്? അബോധ മനസ്സിനെ പറ്റി വ്യഖ്യാതമായ രീതിയിൽ പരാമർശിക്കുന്ന ഫ്രോയിഡിന്റെ കൃതിയുടെ പേരാണ് ദ ഇന്റർപ്രിട്ടേഷൻ ഓഫ് ഡ്രീംസ്. ഇത് എഴുതിയിരിക്കുന്ന വർഷം 1899. മനോവിശ്ലേഷണ സിദ്ധാന്തവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളെ നമുക്ക് പൊതുവായിട്ട് 3 ഭാഗങ്ങളായിട്ട് തരംതിരിക്കാം. ഒന്നാമത് വ്യക്തിത്വത്തിന്റെ ചലനാത്മകത, അതായത് മനസ്സിന്റെ 3 തലങ്ങളെ പറ്റിയാണ് ഇവിടെ പ്രതിപാദിക്കുന്നത്. വ്യക്തിത്വത്തിന്റെ ചലനാത്മകത. 2, വ്യക്തിത്വ ഘടന. വ്യക്തിത്വ ഘടന അതിലെന്താണ്? മനസ്സിന്റെ ഘടനയെ പറ്റിയുള്ള സങ്കല്പങ്ങളാണ് പറയുന്നത്. മൂന്നാമത്തത് മനോലൈംഗിക വികാസ സങ്കല്പങ്ങൾ. അങ്ങനെ 3 തരത്തിലെ മനോവിശ്ലേഷണ സിദ്ധാന്തത്തെ നമുക്ക് 3 കാര്യങ്ങളിലൂടെയാണ് മനോവിശ്ലേഷണ സിദ്ധാന്തങ്ങൾ കടന്നു പോകുന്നതെന്ന് നമുക്ക് സമർത്ഥിക്കാം. ആ 3 കാര്യങ്ങളാണ് ഈ പറയുന്നത്: വ്യക്തിത്വത്തിന്റെ ചലനാത്മകത, വ്യക്തിത്വ ഘടന, മനോലൈംഗിക വികാസ സങ്കല്പങ്ങൾ മുതലായവ. മനോവിശ്ലേഷണ സിദ്ധാന്തം പ്രധാനമായിട്ട് കൈകാര്യം ചെയ്യുന്നത് 3 മേഖലകളാണെന്ന് നമ്മൾ തുടക്കത്തിലേ പറഞ്ഞു. ആ 3 മേഖലയിൽ ഒന്നാമത്തെ മേഖല ഏതായിരുന്നു? വ്യക്തിത്വത്തിന്റെ ചലനാത്മകത. വ്യക്തിത്വത്തിന്റെ ചലനാത്മകതയിൽ ഡീല് ചെയ്യുന്നത് 3 പാർട്സ് ആണ്. ഏതൊക്കെയാണ്? മനസ്സിന്റെ 3 തലങ്ങളാണ്. അപ്പൊ ഏതൊക്കെയാണ് ആ മനസ്സിന്റെ 3 തലങ്ങൾ ഒന്ന് നോക്കിയേ. ബോധ മനസ്സ്, ഉപബോധ മനസ്സ്, അബോധ മനസ്സ്. കോൺഷ്യസ് മൈൻഡ്, അൺകോൺഷ്യസ് മൈൻഡ് ആൻഡ് സബ് കോൺഷ്യസ് മൈൻഡ്. ഒന്നുകൂടെ പറയുക: കോൺഷ്യസ്, സബ് കോൺഷ്യസ് ആൻഡ് അൺകോൺഷ്യസ് മൈൻഡ്. ഈ 3 മൈൻഡുകളെ പറ്റിയാണ് നമ്മുടെ സിഗ്മണ്ട് ഫ്രോയിഡ് പറയുന്നത്. ഈ ചിത്രം നിങ്ങളൊന്ന് നോക്കിയേ. ഈ ചിത്രത്തില് ഏറ്റവും കൂടുതൽ അല്ലെങ്കിൽ ഏറ്റവും വലിയ മനസ്സ് ഈ കാണുന്ന ചിത്രത്തിൽ ഏതായിരിക്കാം? അബോധ മനസ്സാണ്. ഏറ്റവും വലിയ മനസ്സിന്റെ തലം എന്ന് പറയുന്നത് അബോധ മനസ്സാണ്. നമുക്ക് ആദ്യം അബോധ മനസ്സ് തന്നെ നോക്കാം. അബോധ മനസ്സ് എന്ന് പറഞ്ഞാൽ എന്താണെടാ? മനസ്സിന്റെ ഏറ്റവും വലിയ തലമാണ് അബോധ മനസ്സ്. സിഗ്മണ്ട് ഫ്രോയിഡ് ഏറ്റവും കൂടുതൽ പ്രാധാന്യം കൊടുത്ത മനസ്സിന്റെ തലം അല്ലെങ്കിൽ ഏറ്റവും വലിയ മനസ്സിന്റെ തലം എന്ന് വിശേഷിക്കപ്പെടുന്ന തലം കൂടിയാണ് അബോധ മനസ്സെന്ന് പറയുന്നത്. നാക്ക് പിഴവിനെ കാരണമായ മനസ്സിന്റെ തലം. ഒന്നുകൂടെ ശ്രദ്ധിച്ച് കേൾക്കുക. നാക്ക് പിഴവ്, ടങ് ഓഫ് സ്ലിപ്പ്, നാക്ക് പിഴവിന് കാരണമായിട്ടുള്ള മനസ്സിന്റെ തലം എന്ന് പറയുന്നത് അബോധ മനസ്സാണ്. സ്വപ്ന അപഗ്രഥനം നടത്തുന്ന മനസ്സിന്റെ തലം, സ്വപ്ന അപഗ്രഥനം നടത്തുന്ന മനസ്സിന്റെ തലം എന്ന് പറയുന്നത് അബോധ മനസ്സാണ്. ഇതൊരു പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ ആയിരുന്നു. സ്വപ്ന അപഗ്രഥനം നടത്തുന്ന മനസ്സിന്റെ തലം ഏത് എന്നത് ഒരു പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ ആയിരുന്നു. ശ്രദ്ധിക്കുക, സ്വപ്ന അപഗ്രഥനം നടത്തുന്നു. അതുകൂടാതെ തന്നെ നമ്മുടെ മനസ്സിലെ അടിച്ചമർത്തപ്പെട്ട് കിടക്കുന്ന അല്ലെങ്കിൽ മനസ്സിൽ തള്ളിക്കിടക്കുന്ന വേദനകൾ, അനുഭവങ്ങൾ, ദുഃഖങ്ങൾ എന്നിവയ്ക്ക് കാരണമായ മനസ്സിന്റെ തലം കൂടെയാണ് അബോധ മനസ്സെന്ന് പറയുന്നത്. ഓക്കെ, ഹിപ്നോട്ടിസം, നർക്കോ അനാലിസിസ്, പോളിഗ്രാഫ്, ബ്രെയിൻ മാപ്പിംഗ്. എന്താണ് പറഞ്ഞത്? ഹിപ്നോട്ടിസം, നർക്കോ അനാലിസിസ്, പോളിഗ്രാഫ്, ബ്രെയിൻ മാപ്പിംഗ് എന്നിവയ്ക്ക് കാരണമായിട്ടുള്ള അല്ലെങ്കിൽ എന്നിവ നടക്കുന്ന മനസ്സിന്റെ ഒരു കേന്ദ്രമാണ് അബോധ മനസ്സ്. എന്താണ് ഈ പറയുന്ന നർക്കോ അനാലിസിസ് എന്നൊക്കെ പറയുന്നത്? ഹിപ്നോട്ടിസം ഒക്കെ നമുക്ക് അറിയാന്നുള്ളതാണ്. അതുമായിട്ട് സമാനമായി വരുന്ന മനസ്സിന്റെ ഒരു പരിശോധനകളെ വിളിക്കുന്ന മറ്റു പേരുകളാണ് പോളിഗ്രാഫ് ആൻഡ് ബ്രെയിൻ മാപ്പിംഗ് എന്ന് പറയുന്നത്. ഓക്കെ, പോളിഗ്രാഫും ബ്രെയിൻ മാപ്പും. നർക്കോ അനാലിസിസ് ആദ്യമായിട്ട് നർക്കോയുടെ ഇമ്പോർട്ടൻസ് എടുത്തു പറഞ്ഞത് സ്റ്റീഫൻ ഹൗഴ്സിലി എന്ന് പറഞ്ഞ വ്യക്തിയാണ്. നർക്കോ അനാലിസിസ് എന്ന് പറഞ്ഞ നുണ പരിശോധനയെ പറ്റി ആദ്യമായിട്ട് വ്യക്തമാക്കിയ വ്യക്തി. അദ്ദേഹം 1949 നർക്കോ അനാലിസിസ് എന്ന് പറയുന്ന ഒരു ബുക്ക് എഴുതിയിട്ടുണ്ടായിരുന്നു. നർക്കോ അനാലിസിസ് എ തെറാപ്പി. നർക്കോ അനാലിസിസ് എന്ന് പറയുന്ന ഒരു ആ ബുക്കിലൂടെയാണ് നർക്കോ അനാലിസിസിന്റെ ഇമ്പോർട്ടൻസിനെ പറ്റി മറ്റുമൊക്കെ ആര് പറയുന്നത്? സ്റ്റീഫൻ ഹൗഴ്സിലി പറയുന്നത്. ഹിപ്നോട്ടിസം, നർക്കോ അനാലിസിസ്, പോളിഗ്രാഫ്, ബ്രെയിൻ മാപ്പിംഗ് എന്നിങ്ങനെ വിശേഷിപ്പിക്കപ്പെടുന്ന മാനസിക അപഗ്രഥനം നടത്തുന്ന മേഖലകളും വരുന്നത് അബോധ മനസ്സിലാണ്. ഹിപ്നോട്ടിസം എന്നൊക്കെ പറഞ്ഞാൽ എന്തിനാണ്? നമ്മുടെ മനസ്സിനെ അറിയാൻ വേണ്ടിയുള്ള പരിശോധനകളാണ് ഹിപ്നോട്ടിസം, നർക്കോ അനാലിസിസ്. അതിനോടൊപ്പം സമാനമായി വരുന്ന മറ്റൊരു മേഖലയാണ് പോളിഗ്രാഫ് ആൻഡ് ബ്രെയിൻ മാപ്പിംഗ് എന്ന് പറയുന്നത്. എന്താണ് ഈ നർക്കോ അനാലിസിസ്? നർക്കോ എന്ന് പറഞ്ഞാൽ വേറൊന്നുമില്ല, നമ്മുടെ നുണ പരിശോധനയുമായി ബന്ധപ്പെട്ട് വരുന്നതാണ് നർക്കോ അനാലിസിസ്. സത്യം പുറത്തു വരുത്തുന്നതിന് വേണ്ടി നടത്തുന്ന ഒരു നുണ പരിശോധന. അതിന്റെ ഏറ്റവും ഇമ്പോർട്ടൻസ് എടുത്തു പറഞ്ഞ വ്യക്തിയാണ് സ്റ്റീഫൻ ഹൗഴ്സിലി. സ്റ്റീഫൻ ഹൗഴ്സിലി 1943 അദ്ദേഹം ഒരു ബുക്ക് എഴുതി.
1943 സ്റ്റീഫൻ ഹൗഴ്സിലി 1943 സ്റ്റീഫൻ ഹൗഴ്സിലി എഴുതിയ ബുക്കിന്റെ പേരായിരുന്നു നർക്കോ അനാലിസിസ് എ ന്യൂ ടെക്നിക് ഇൻ സൈക്കോതെറാപ്പി. നർക്കോ അനാലിസിസ് എ ന്യൂ ടെക്നിക് ഇൻ സൈക്കോതെറാപ്പി എന്ന് പറയുന്ന ബുക്കില് നർക്കോ അനാലിസിസിന്റെ ഇമ്പോർട്ടൻസും അതിന്റെ സ്റ്റേജസിനെ പറ്റിയും വ്യക്തമായിട്ട് സ്റ്റീഫൻ എന്ത് ചെയ്തിട്ടുണ്ടടാ, പരാമർശിച്ചിട്ടുണ്ടെന്നാണ് പറയപ്പെടുന്നത്. അപ്പൊ മനസ്സിന്റെ ഉള്ളറയിലേക്ക് എത്തുന്നതിന് വേണ്ടിയുള്ള പരിശോധനകളും മറ്റും ഒക്കെ നടത്തുന്ന തലം കൂടിയാണ് നമ്മുടെ ഏത് മനസ്സെന്ന് പറയുന്നത്, അബോധ മനസ്സെന്ന് പറയുന്നത്. അതുകൂടാതെ ഒരു വ്യക്തിയുടെ സ്വഭാവം, പെരുമാറ്റം എന്നിവയെ നിയന്ത്രിക്കുന്ന ഒരു മനസ്സിന്റെ തലമാണ് അബോധ മനസ്സെന്ന് പറയുന്നത്. നമ്മുടെ വ്യക്തിത്വം, നമ്മുടെ സ്വഭാവം, വ്യക്തിത്വത്തെ നിയന്ത്രിക്കുന്ന പ്രധാന കണ്ണി അല്ലെങ്കിൽ വ്യക്തിത്വത്തിന്റെ നിയന്ത്രകൻ എന്ന് വിളിക്കുന്ന മനസ്സിന്റെ തലമാണ് അബോധ മനസ്സ്. ഒന്നുകൂടെ എടുത്തെടുത്ത് ഞാൻ പറയുകയാണ്, ഏറ്റവും വേണ്ടപ്പെട്ട ഒരു മേഖലയാണ് അബോധ മനസ്സ്. സിഗ്മണ്ട് ഫ്രോയിഡ് 3 മൈൻഡിനെ പറ്റി പറഞ്ഞിട്ടുണ്ടെങ്കിലും അദ്ദേഹം ഏറ്റവും പ്രാധാന്യം കൊടുത്ത മനസ്സായിരുന്നു അബോധ മനസ്സ്. കൂടുതൽ ചോദ്യങ്ങളും വന്നു കണ്ടിട്ടുള്ളത് അബോധ മനസ്സിൽ നിന്നുമാണ്. ഏറ്റവും കൂടുതൽ ഇതിൽ നിന്ന് വന്ന ക്വസ്റ്റ്യൻ ഇതായിരുന്നു, സ്വപ്ന അപഗ്രഥനം നടത്തുന്ന മനസ്സിന്റെ തലം ഏത്? പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ ആയിരുന്നു. സ്വപ്ന അപഗ്രഥനം നടത്തുന്ന മനസ്സിന്റെ തലം അബോധ മനസ്സാണ്. നാക്കുപിഴവിന് കാരണമായ മനസ്സിന്റെ തലം അബോധ മനസ്സാണ്. അപ്പോൾ ഈ പ്രധാനപ്പെട്ട വസ്തുതകൾ നോട്ട് ചെയ്ത് തന്നെ നിങ്ങൾ പോവുക. അബോധ മനസ്സ് ഇത്ര മാത്രമാണ്. ഇനി നമുക്ക് അടുത്തതായിട്ട് സിഗ്മണ്ട് ഫ്രോയിഡിന്റെ ബോധ മനസ്സ് എന്താണെന്ന് നോക്കാം. ബോധ മനസ്സിലേക്ക് നമുക്ക് കടക്കാം. ബോധ മനസ്സെന്ന് പറയുന്നത് നമ്മുടെ മനസ്സിന്റെ ഏറ്റവും ചെറിയ തലമാണ് ബോധ മനസ്സ്. ഏറ്റവും ചെറിയ തലമാണ് ബോധ മനസ്സെന്ന് പറയുന്നത്. അപ്പൊ ഇതിൽ ഏറ്റവും വലുത് ഏതാണ്ടാ? മനസ്സിന്റെ ഏറ്റവും വലിയ തലം എന്ന് പറയുന്നത് അബോധ മനസ്സ്. വലുതെന്ന് പറയുന്നത് അബോധ മനസ്സാണ്. ഓക്കെ, അപ്പൊ എന്താണ്? മനസ്സിന്റെ ഏറ്റവും ചെറിയ തലമാണ് ബോധ മനസ്സെന്ന് പറയുന്നത്. നാം നിത്യേന ഉപയോഗിക്കുന്ന ഓർമ്മകളാണ് ബോധ മനസ്സിൽ വരുന്നത്. അതുകൂടാതെ തന്നെ പ്രായോഗിക തലത്തിൽ നമുക്ക് കൊണ്ടുവരാൻ കഴിയുന്ന ഓർമ്മകൾ അടങ്ങുന്ന മനസ്സാണ് ബോധ മനസ്സെന്ന് പറയുന്നത്. ദെൻ നമ്മുടെ ഓർമ്മയുടെ അല്ലെങ്കിൽ നമ്മുടെ ബോധമണ്ഡലത്തില് ഉപരിതലത്തിൽ, നമ്മുടെ ബോധമണ്ഡലത്തിന്റെ ഉപരിതലത്തിൽ പ്രത്യക്ഷമാകുന്ന ഓർമ്മകൾ, ചിന്തകൾ, ആഗ്രഹങ്ങൾ എന്നിവയ്ക്ക് കാരണമായ മനസ്സ് കൂടിയാണ് ഏത് മനസ്സ്? ബോധ മനസ്സ്. അപ്പൊ ബോധ മനസ്സ് എന്ന് പറഞ്ഞാൽ എന്താണ്ടാ? ഏറ്റവും ചെറിയ മനസ്സിന്റെ തലം, ഏറ്റവും വലിയ തലം അബോധ മനസ്സ്. നമ്മൾ പ്രായോഗിക തലത്തിൽ ഉപയോഗിക്കുന്ന എല്ലാ ഓർമ്മകളും വരുന്ന മനസ്സാണ് ബോധ മനസ്സെന്ന് പറയുന്നത്. എന്നാൽ ഉപബോധ മനസ്സെന്ന് നോക്കിയേ, പൂർണ്ണമായിട്ടും നമുക്ക് എന്ത് ചെയ്യില്ല, ഓർമ്മയില്ലാത്തതും എന്നാൽ ഓർത്തെടുക്കാൻ കഴിയുന്നതുമായ മനസ്സിന്റെ തലമാണ് ഏതെന്ന് പറയുന്നത്? ഉപബോധ മനസ്സെന്ന് പറയുന്നത്. പൂർണ്ണമായും നമുക്ക് എന്താണ്? ഓർമ്മയില്ലാത്തതും. എന്നാൽ ഉപബോധ മനസ്സെന്ന് പറയുന്നത് ഒരു വ്യക്തിക്ക് വേഗത്തിൽ ബോധതലത്തിൽ കൊണ്ടുവരാൻ കഴിയുന്നതും എന്നാൽ പൂർണ്ണമായും ബോധമില്ലാത്തതുമായ മനസ്സിനെ വിളിക്കുന്ന പേരാണ് എന്തെന്ന് പറയുന്നത്? ഉപബോധ മനസ്സെന്ന് പറയുന്നത്. ഓക്കെ ആണോടാ? അപ്പൊ നമുക്ക് മനസ്സിന്റെ 3 തലങ്ങൾ നമ്മൾ റെഫർ ചെയ്ത് കഴിഞ്ഞു. 1 ബോധ മനസ്സ്, 2 ഉപബോധ മനസ്സ്, 3 അബോധ മനസ്സ്. ഇതിൽ ഏറ്റവും കൂടുതൽ സിഗ്മണ്ട് ഫ്രോയിഡ് പ്രാധാന്യം കൊടുത്ത മനസ്സിന്റെ തലം എന്ന് പറയുന്നത് അബോധ മനസ്സിനാണ് ഫ്രോയിഡ് ഏറ്റവും പ്രാധാന്യം കൊടുത്തത്. ഈ ചിത്രം നോക്കുക. ഇതിൽ ഏറ്റവും വലിയ മനസ്സിന്റെ തലം എന്ന് പറയുന്നത് അബോധ മനസ്സ്, ഏറ്റവും ചെറിയ തലം എന്ന് പറയുന്നത് നമ്മുടെ ബോധ മനസ്സുമാണ്. ക്ലിയർ? മനോവിശ്ലേഷണ സിദ്ധാന്തം പ്രധാനമായിട്ട് 3 കാര്യങ്ങളാണ് ചർച്ച ചെയ്യുന്നത്. നമ്മൾ ആദ്യമേ പറഞ്ഞു. അതിൽ മനസ്സിന്റെ 3 തലങ്ങൾ നോക്കിക്കഴിഞ്ഞു. ബോധ മനസ്സ്, ഉപബോധ മനസ്സ്, അബോധ മനസ്സ്. രണ്ടാമത്തെ കാര്യം മനസ്സിന്റെ ഘടനയാണ് രണ്ടാമത് നമ്മൾ അതിൽ പറഞ്ഞത്. അപ്പൊ മനസ്സിന്റെ ഘടന അനുസരിച്ച് മനസ്സിന് 3 ഘടനകളാണ് ഉള്ളത്. ഇഡ്, ഈഗോ, സൂപ്പർ ഈഗോ. ഇഡ്, ഈഗോ, സൂപ്പർ ഈഗോ. ഈഗോ എന്ന് പറയുന്നത് അഹം, സൂപ്പർ ഈഗോ അത്യഹം. ഇങ്ങനെ 3 വിധത്തിൽ നമുക്ക് മനസ്സിന്റെ ഘടനയെ എന്ത് ചെയ്യാം? ക്ലാസിഫൈ ചെയ്യാം. മനസ്സിന്റെ ഘടനാ സങ്കല്പം അനുസരിച്ച് മനസ്സിന് 3 ഘടനകളുണ്ട്. ഒന്നാമത്തെ ഘടനയാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. ഇഡ് എന്നാണ് അതിനെ പറയുന്നത്. ഇഡ് എന്താണെടാ? മനുഷ്യ മനസ്സിലെ പ്രാകൃത വികാര വിചാര ശക്തികളുടെ കേന്ദ്രമാണ് ഇഡ് എന്ന് പറയുന്നത്. എന്താണ്? മനുഷ്യ മനസ്സിലെ പ്രാകൃത വികാര വിചാര ശക്തിയുടെ കേന്ദ്രം. പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ ആയിരുന്നു. ഈ മേഖലയിൽ നിന്ന് വന്നിട്ടുള്ള പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ ആയിരുന്നു ഇത്. ഞാൻ റിപ്പീറ്റ് ചെയ്യുകയാണ്, നോട്ട് ചെയ്യുക. മനുഷ്യ മനസ്സിലെ പ്രാകൃത വികാര വിചാര ശക്തിയുടെ കേന്ദ്രമാണ് ഇഡ് എന്ന് പറയുന്നത്. സെക്കൻഡ് നോക്കിക്കേ, ജന്മവാസനകൾ, സഹജവാസനകൾ മുതലായവ അടങ്ങിയിരിക്കുന്നു. ജന്മവാസനകൾ, സഹജവാസനകൾ എന്നിവ അടങ്ങിയിരിക്കുന്ന കേന്ദ്രമാണ് ഇഡ് എന്ന് പറയുന്നത്.
ഭൗതിക സുഖം, ആനന്ദം എന്നിവയിൽ അധിഷ്ഠിതമാണ് ഇഡ് എന്ന് പറയുന്നത്. ഭൗതിക സുഖം, ആനന്ദം, സുഖതത്വം എന്നിവയിൽ അധിഷ്ഠിതമായ ഒന്നാണ് ഇഡ്. എന്താണ് ഈ ആനന്ദം, ഭൗതിക സുഖം എന്ന് പറയുമ്പോൾ? ആനന്ദം, സുഖതത്വം എന്ന് പറയുമ്പോൾ നമ്മളിപ്പോ ക്ലാസ് മുറിയിലൊക്കെ ഇരിക്കുമ്പോൾ, ഈ കൊച്ചു ക്ലാസ്സിലൊക്കെ അല്ലെങ്കിൽ നമ്മുടെ കുട്ടിക്കാലത്ത് നമ്മുടെ ക്ലാസ് മുറിയിലൊക്കെ നമ്മുടെ ഇരുന്ന കാര്യങ്ങളൊന്ന് ഓർത്താൽ മതി. അപ്പോഴും നമ്മൾ ക്ലാസ് മുറിയിലൊക്കെ കാണിച്ചു കൂട്ടിയ ചെറിയ ചെറിയ വികൃതികളും മറ്റൊക്കെ ഓർക്കുകയാണെങ്കിൽ അതിൽ നമുക്ക് കണ്ടന്റ് പിടി കിട്ടും. ഇപ്പൊ ക്ലാസ്സിലൊക്കെ ഇരിക്കുന്ന സമയത്ത് കുട്ടിക്കാലത്ത് കുഞ്ഞുകാലത്തൊക്കെ പഠിച്ചുകൊണ്ടിരിക്കുമ്പോൾ നമ്മുടെ കൂടെയൊക്കെ ഉള്ള ഫ്രണ്ട്സ്, കൂടുതലും ആൺകുട്ടികളിലൊക്കെയാണ് ഈ വിനോദം കണ്ടുവന്നിട്ടുള്ളത്, പെൺപിള്ളേരിലും ഉണ്ട്. ഈ ഫ്രണ്ട്സ് ഒക്കെ കൂടെ ഇരിക്കുമ്പോൾ അവരുടെ കയ്യിൽ ഈ റബ്ബർ ബാൻഡും മറ്റുമൊക്കെ ഉണ്ടെങ്കിൽ റബ്ബർ ബാൻഡ് വലിച്ചിങ്ങനെ വിടും. അപ്പൊ വലിച്ചു വിടുമ്പോഴത്തേക്ക് റബ്ബർ ബാൻഡ് വന്ന് നമ്മുടെ ബോഡിയിൽ വന്ന് വീഴും. അപ്പൊ ആ ബോഡിയിൽ വന്ന് ആ ടച്ച് ചെയ്യുന്ന സമയത്ത് ഉണ്ടാകുന്ന ആ പെയിന് വളരെ വലുതാണ്. നമുക്ക് അപ്പോഴുണ്ടാകുന്ന ആ ഒരു പെയിന്. അപ്പൊ നമ്മൾ ആ വേദന കൊണ്ട് പൊളയത്തില്ലേ? നമ്മുടെ ശരീരത്ത് കൂട്ടുകാരൻ ബാർ ഇങ്ങനെ അടിച്ചു വിടുമ്പോൾ നമുക്കൊരു വേദന ഉണ്ടാവും. ആ വേദന കൊണ്ട് നമ്മൾ ഇങ്ങനെ നീറി ഇരിക്കുന്നത് കാണുമ്പോൾ അവനൊരു സന്തോഷം ഉണ്ടാവും. മനസ്സിലാവുന്നില്ലേ? അതായത് നമ്മുടെ വേദന കണ്ട് ആ വേദനയിൽ ഒരു ആനന്ദം അല്ലെങ്കിൽ സുഖമാണ് കൂടെ ഇരിക്കുന്നവൻ ഉണ്ടാകുന്നത്. അപ്പൊ അത്തരത്തിലുണ്ടാകുന്ന ഒരു വൈകാരികമായ ഒരു അവസ്ഥയെ പറ്റി പറയുന്നത് ഇഡിലാണ്. അതായത് നമ്മുടെ വേദന കണ്ടിട്ട് നമ്മൾ അവിടെ ഇരുന്ന് പൊളയുന്നത്, ദൂരെ ഇരുന്നോണ്ട് അവൻ മാറി ഇരുന്ന് നോക്കിക്കണ്ട് സന്തോഷിച്ച് ആനന്ദിക്കുന്നതിനെയാണ് എന്തെന്ന് പറയുന്നത്. ഇവിടെ അതൊരു സുഖമാണ്. ആ കുട്ടിക്ക് അതിൽ നിന്ന് കൂടെ ഇരിക്കുന്നവന് ആ വേദന കൊണ്ട് അവൻ അവിടെ ഇരുന്ന് നീറുന്നത് കാണുമ്പോൾ അയാൾക്കൊരു സന്തോഷം അല്ലെങ്കിൽ ഒരു ആനന്ദം കിട്ടുന്നു. അതാണ് ഇതിൽ പറഞ്ഞിരിക്കുന്നത്. സുഖതത്വം, ഭൗതിക സുഖം എന്നിവയിൽ, ആനന്ദം എന്നിവയിൽ അധിഷ്ഠിതമാണ് ഇഡ് എന്ന് പറയുന്നത്. നെക്സ്റ്റ് നോക്കിക്കേ, ശാരീരിക ആവശ്യങ്ങൾ, ആഗ്രഹങ്ങൾ, ലൈംഗിക വികാരങ്ങൾ എന്നിവയുടെ കേന്ദ്രമാണ്. അപ്പൊ എന്തൊക്കെയുണ്ട്? ശാരീരികമായിട്ടുള്ള നമ്മുടെ എല്ലാ നീഡ്സ്, ലൈംഗികമായി തോന്നുന്ന ആഗ്രഹങ്ങള് എന്നിവയുടെ എല്ലാം കേന്ദ്രമാണ് ഇഡ് എന്ന് പറയുന്നത്. നെക്സ്റ്റ് നോക്കിയേ, കാമം, മോഹം എന്നിവ അടങ്ങിയിരിക്കുന്നു. അപ്പൊ നമുക്ക് ഒരാളടുത്ത് ഒരു സ്നേഹം തോന്നുക, കാമം തോന്നുക, ഇഷ്ടം തോന്നുക, സെക്ഷലി ഒരു ഡിസയറിനോടുള്ള ഒരു ഇൻട്രസ്റ്റ് വരിക, ഇതെല്ലാം നടക്കുന്ന ഒരു കേന്ദ്രമാണ് ഇഡ്. ദെൻ ലിബിഡോയുടെ വാസസ്ഥലം. എന്താണ് ഈ ലിബിഡോ എന്ന് പറയുന്നത്? ലിബിഡോയുടെ വാസസ്ഥലം. ലിബിഡോ എന്ന് പറയുമ്പോഴേ നമുക്കിവിടെ നമ്മൾ ഓൾറെഡി പറഞ്ഞു, ലൈംഗിക വികാരങ്ങളുടെ കേന്ദ്രം അല്ലെങ്കിൽ ലൈംഗികമായ വികാരങ്ങൾ ഇഡിൽ ഉണ്ടാകുന്നു എന്ന് പറഞ്ഞു. സോ ലിബിഡോ എന്ന് പറഞ്ഞാൽ ലൈംഗികമായി നമുക്കുണ്ടാകുന്ന ത്വര അല്ലെങ്കിൽ ആസക്തിയെ വിളിക്കുന്ന പേരാണ്. ലൈംഗികമായ ത്വരയാണ് ലിബിഡോ എന്ന് പറയുന്നത്. സോ ആ ലിബിഡോയുടെ വാസസ്ഥലം എന്ന് പറയുന്നത് എവിടെയാണ് ലിബിഡോ കിടക്കുന്നത്? ലിബിഡോയുടെ വാസസ്ഥലം ഇഡിലാണെന്നാണ് പറയുന്നത്. ഈഗോ എന്ന് പറഞ്ഞാൽ എന്താണ്ടാ? ഇവിടെ നോക്ക്, ഇഡിനെ നിയന്ത്രിക്കുന്നവനാണ് ഈഗോ, ഇഡിനെ കൺട്രോൾ ചെയ്യുന്നവനാണ് ഈഗോ. യാഥാർത്ഥ്യ ബോധം ഉൾക്കൊണ്ട് പ്രവർത്തിക്കുന്നു, റിയലിസ്റ്റിക് ആയിരിക്കും, യാഥാർത്ഥ്യത്തിൽ അധിഷ്ഠിതമായിട്ട് മുന്നോട്ട് പോകുന്നതാണ് ഏതെന്ന് പറയുന്നത്? ഈഗോ എന്ന് പറയുന്നത്. മനുഷ്യ മനസ്സിലെ പോലീസ് ഫോഴ്സ്, അതായത് യാഥാർത്ഥ്യങ്ങൾ ഉൾക്കൊണ്ടുകൊണ്ട് മാത്രം പോകുന്നത് കൊണ്ട് ഇതിനെ മനുഷ്യ മനസ്സിലെ പോലീസ് ഫോഴ്സ് എന്നാണ് നമ്മൾ എന്തിനെ വിളിക്കുന്നത്? ഈഗോയെ വിളിക്കുന്നത്. ഇത് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ ആയിരുന്നു, PYQ ആയിരുന്നു. ശ്രദ്ധിച്ചു നോക്കുക, നോട്ട് ചെയ്യുക. മനുഷ്യ മനസ്സിലെ പോലീസ് ഫോഴ്സ് എന്നാണ് നമ്മൾ എന്തിനെ വിശേഷിപ്പിക്കുന്നത്? അഹത്തിനെ വിശേഷിപ്പിക്കുന്നത്. വ്യക്തിത്വത്തിന്റെ പാലകൻ, വ്യക്തിത്വത്തിന്റെ സംരക്ഷകൻ, വ്യക്തിത്വത്തിന്റെ പാലകൻ എന്നിങ്ങനെയൊക്കെ നമുക്ക് എന്തിനെ വിശേഷിപ്പിക്കാം? ഈഗോയെ വിശേഷിപ്പിക്കാം. കുതിരയെ നിയന്ത്രിക്കുന്ന കുതിരക്കാരൻ ആരാണ്? മനസ്സിന്റെ ഏത് ഘടനയാണ് കുതിരയെ നിയന്ത്രിക്കുന്ന കുതിരക്കാരനോട് നമുക്ക് സാദൃശ്യപ്പെടുത്താൻ കഴിയുന്നത് എന്നൊരു ചോദ്യം PYQ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ ആയിരുന്നു. അങ്ങനെ ഒരു ചോദ്യം വന്നാൽ ആ ചോദ്യത്തിനുള്ള ഉത്തരമാണ് ഈഗോ എന്ന് പറയുന്നത്. ക്ലിയർ ആവുന്നുണ്ടല്ലോ? ഈഗോ എന്ന് പറഞ്ഞത് നിങ്ങൾ ഇവിടെ ശ്രദ്ധിക്കേണ്ട നോട്ടുകൾ എന്ന് പറയുന്നത് കുതിരയെ നിയന്ത്രിക്കുന്ന കുതിരക്കാരൻ, വ്യക്തിത്വത്തിന്റെ പാലകൻ, മനുഷ്യ മനസ്സിലെ പോലീസ് ഫോഴ്സ് ആയിട്ട് പ്രവർത്തിക്കുന്നതാണ് ഈഗോ. കാരണം എന്താണ്? യാഥാർത്ഥ്യത്തിലും യാഥാർത്ഥ്യ ബോധത്തിലും അധിഷ്ഠിതമായിട്ട് പ്രവർത്തിക്കുന്നവനാണ് നമ്മുടെ ആര്? ഈഗോ എന്ന് പറയുന്നത്. അടുത്തതായിട്ട് നമുക്ക് നോക്കേണ്ടത് സൂപ്പർ ഈഗോയാണ്, അത്യഹം എന്ന് പറയും. ഇവിടെ ശ്രദ്ധിച്ചേ, ശരിയും തെറ്റും നമുക്ക് തിരിച്ചറിയാനുള്ള ഒരു ശേഷി. നമ്മളിപ്പോ ഒരു തെറ്റ് ചെയ്ത് എന്തെങ്കിലും ഒരാള് റോട്ടേ നടന്നു പോയ സമയത്ത് ഒരാള് കയ്യിൽ നിന്ന് കാശ് വല്ലതും പോയി അവിടെ തറയിൽ കാശ് കിടക്കാണ്. അപ്പൊ നമ്മൾ എന്ത് ചെയ്ത് ഇപ്പൊ നമ്മുടെ ഫ്രണ്ടേ പോകുന്ന ആള് ബാഗ് തുറന്ന സമയത്താണ് അയാളുടെ കയ്യിൽ നിന്ന് കാശ് താഴെ വീണു പോയത്. അപ്പൊ പലരും പല രീതിയിൽ ബിഹേവ് ചെയ്യുന്നവരുണ്ട് ഈ സിറ്റുവേഷന്. ചില ആളുകൾ ആ പൈസ കിട്ടി അത് എടുത്തോണ്ട് പോക്കറ്റ് ഇട്ടുകൊണ്ട് പോകുന്നവരും ഉണ്ട്. വേറൊരു കാറ്റഗറി ആണെങ്കിൽ ആ പൈസ കിട്ടിക്കഴിഞ്ഞാൽ മിസ് ചെയ്ത ആളുടെ കയ്യിൽ തന്നെ കാശ് കൊണ്ട് കൊടുത്തിട്ട് വരും. താങ്കളുടെ പൈസയാണ്, നിലത്ത് വീണ് എനിക്ക് കിട്ടിയെന്ന് പറഞ്ഞ് ചെന്ന് പറയും.
കുറ്റസമ്മതമൊക്കെ നടത്തി ചെന്ന് പറയാറുണ്ട്. എന്നാൽ ഇതിൽ പല രീതിയിൽ, അതാ ഞാൻ പറയുന്നത്, ഒരു സിറ്റുവേഷനെ പല രീതിയിലും നമുക്ക് ഹാൻഡിൽ ചെയ്യാം. ചില ആളുകൾ എന്ത് ചെയ്യൂടാ, ചില ആളുകൾ കിട്ടിക്കഴിഞ്ഞാൽ കിട്ടിയതും കൊണ്ട് കിട്ടിയത് ഊട്ടി എന്നും പറഞ്ഞങ്ങ് ആ പോക്കങ്ങ് പോവും. പക്ഷെ നമ്മൾ അത് ചെയ്ത ഒരു തെറ്റ് നമുക്ക് തിരിച്ചറിയാൻ, അതായത് ഇപ്പം അങ്ങനെ ഒരു സിറ്റുവേഷൻ കണ്ടിട്ട് അത് തിരിച്ചറിഞ്ഞ് നല്ല രീതിയിൽ തിരിച്ചയാൾക്ക് തന്നെ കൊടുക്കുക. അങ്ങനെ നമുക്ക് ഓരോ കാര്യങ്ങളെ ഐഡന്റിഫൈ ചെയ്ത് ഫിൽട്ടർ ചെയ്തെടുക്കാനുള്ള ഒരു ശേഷി നമ്മളിൽ ഉണ്ടാവുന്നു. അതാണ് ഇവിടെ ശ്രദ്ധിക്കേണ്ടത്. ശരിയും തെറ്റും തിരിച്ചറിയാനുള്ള കഴിവ് നമ്മളിൽ ഉളവാക്കുന്നു. മനുഷ്യ മനസ്സിലെ മനസാക്ഷി എന്നാണ് നമ്മൾ ആരെ വിളിക്കുന്നത്? സൂപ്പർ ഈഗോയെ വിളിക്കുന്നത്. മനുഷ്യ മനസ്സിലെ മനസാക്ഷി എന്നാണ് സൂപ്പർ ഈഗോയെ വിളിക്കുന്നത്. ഇത് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ ആയിരുന്നു കേട്ടോ, നോട്ട് ചെയ്യണം. പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ ആയിരുന്നു. മനുഷ്യ മനസ്സിലെ മനസാക്ഷി എന്ന് വിളിക്കുന്ന മനസ്സിന്റെ തലമാണ് സൂപ്പർ ഈഗോ എന്ന് പറയുന്നത്. പരിപൂർണത നേടാനുള്ള ശ്രമമാണ് നമ്മൾ. ഇപ്പൊ എന്ത് കാര്യം എടുക്കട്ടെ, ഏത് കാര്യം ചെയ്യുമ്പോഴും പെർഫെക്ഷൻ ഈസ് ഇമ്പോർട്ടൻറ്റ്, പെർഫെക്ഷൻ ഈസ് മസ്റ്റ്. എന്ത് ചെയ്താലും നമുക്ക് പെർഫെക്ഷൻ, പരിപൂർണത വേണം എന്നുള്ള ഒരേ തോട്ടിലാണ് ഇവിടെ പൊയ്ക്കൊണ്ടിരിക്കുന്നത്. അടുത്ത് നോക്ക്, സാമൂഹിക നന്മയ്ക്കായി പ്രവർത്തിക്കുന്നു. നമുക്ക് എന്ത് കാര്യം ചെയ്തിരുന്നാലും അതിലൊരു നന്മ വേണം. നന്മ മരത്തെ പോലെ ആയിരിക്കും നമ്മൾ അവിടെ. അതായത് എന്ത് ചെയ്തു കഴിഞ്ഞാലും നമുക്ക് അവിടെ ഒരു നന്മ നമ്മൾ ആഗ്രഹിക്കുന്നു. സമൂഹത്തിന്റെ നന്മയ്ക്ക് വേണ്ടിയാണ് ഓരോ പ്രവർത്തികളും ചെയ്യുന്നത്. നെക്സ്റ്റ് നോക്ക്, ആദർശബോധം, സാംസ്കാരിക ബോധം, സാൻമാർഗിക ബോധം എന്നിവയിൽ അധിഷ്ഠിതമായിരിക്കുന്നു. അപ്പൊ എന്തൊരു കാര്യം ചെയ്യുമ്പോഴും ആ കാര്യത്തിൽ നമുക്കൊരു ആദർശബോധവും സാംസ്കാരിക ബോധവും അതുപോലെ തന്നെ സാൻമാർഗിക ബോധം, ഓരോ കാര്യങ്ങൾ ചെയ്യുമ്പോഴും അതിന്റെ മൊറാലിറ്റി അല്ലെ മോറൽ സൈഡ് ബേസ് ചെയ്ത് മാത്രമേ നമ്മൾ ഓരോ കാര്യങ്ങൾ ചെയ്യുള്ളൂ. ദാറ്റ് മീൻസ് എല്ലാം നന്മയ്ക്ക് നിരക്കുന്ന കാര്യങ്ങളാണ് നമ്മൾ അവിടെ പ്രവർത്തിക്കുന്നത്. ഒരിക്കലും തിന്മപരമായിട്ടുള്ള പ്രവർത്തനങ്ങളെ പറ്റി ആലോചിക്കുകയോ ചിന്തിക്കുകയോ ചെയ്യാത്ത മനസ്സിന്റെ ഒരു തലം അല്ലെങ്കിൽ മനസ്സിന്റെ ഒരു ഘടനയാണ് ഈ പറയുന്ന സൂപ്പർ ഈഗോ എന്ന് പറയുന്നത്. അപ്പം രണ്ട് കാര്യങ്ങളാണ്, രണ്ട് ഏരിയകളാണ് നമ്മൾ നോക്കിയത്. ഒന്ന് മനസ്സിന്റെ 3 തലങ്ങൾ നോക്കി, കോൺഷ്യസ് മൈൻഡ്, സബ് കോൺഷ്യസ് മൈൻഡ്, അൺകോൺഷ്യസ് മൈൻഡ്. രണ്ടാമത്തെ ഏരിയ ആണ് നമ്മൾ നോക്കുന്നത്. രണ്ടാമത്തെ ഏരിയ ആണ് ഏതെന്ന് പറയുന്നത്? രണ്ടാമത്തെ ഏരിയ ആയിരുന്നു മനസ്സിന്റെ ഘടന, സ്ട്രക്ചർ ഓഫ് മൈൻഡ്. അതിലും 3 കാര്യങ്ങളാണുള്ളത്. ഒന്നെന്ന് പറയുന്നത് ഏതായിരുന്നു? ഇഡ്, 2 ഈഗോ, 3 സൂപ്പർ ഈഗോ. ഓക്കെ, നമ്മൾ ഇന്ന് എടുത്ത മേഖല എന്ന് പറയുന്നത് മനോവിശ്ലേഷണ സിദ്ധാന്തവുമായിട്ട് ബന്ധപ്പെടുത്തിയിട്ടുള്ള കുറച്ച് ഏരിയകൾ നമ്മൾ എടുത്തു. തീർന്നിട്ടില്ല. ഇനിയുള്ള ഭാഗം വരും പാർട്ടുകളായിട്ട് നെക്സ്റ്റ് ക്ലാസ്സുകളിൽ നമുക്ക് കാണാവുന്നതാണ്. അതോടൊപ്പം തന്നെ ക്ലാസ്സുകൾ നിങ്ങൾക്ക് ഉപകാരപ്രദമാകുന്നുണ്ടെങ്കിൽ കഴിവതും നിങ്ങൾ മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്യാനും അതോടൊപ്പം തന്നെ നിങ്ങളുടെ കൂട്ടുകാരിലേക്ക് എത്തിക്കാനും ഒപ്പം സബ്സ്ക്രൈബ് ചെയ്യാനുമായിട്ട് മറക്കരുത്. തൊട്ടടുത്ത് കാണുന്ന ബെൽ ബട്ടണും കൂടെ എനേബിൾ ചെയ്യുക. എങ്കിൽ മാത്രമേ നമ്മുടെ ചാനൽ റാങ്കപ്പിലൂടെ ഇനി വരുന്ന വീഡിയോസും മറ്റുമൊക്കെ നിങ്ങൾക്ക് കിട്ടുകയുള്ളൂ. താങ്ക് യു.